ഹായ് ഹലോ ദിസ് ഇസ് അഭിജിത്ത് എസ് ഭാരതി ഫ്രം ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ്. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ദ സോ കോൾഡ് തോന്നിവാസി ആൻഡ് തെമ്മാടി ഓഫ് കേരളം മിസ്റ്റർ മൈത്രേ. ഇയാൾക്ക് എന്താണ് ജനാധിപത്യത്തിനെ പറ്റി അറിയാവുന്നത്? എന്താണ് പറ. ബിക്കോസ് ആൾക്കാർ തന്നെ അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നു. അപ്പോൾ ഈ ഭരണത്തിൽ ജോലിക്കാരൊക്കെ എങ്ങനെ എന്ത് തീരുമാനിക്കും? ജോലിക്കാർ എംപ്ലോയീസ് അപ്പോൾ അവരും തീരുമാനിക്കുന്നു. അവരെങ്ങനെ തീരുമാനിക്കും? അവിടെ കയറിയിരുന്ന് നിയമം ഉണ്ടാക്കുന്നത് ആരിലൂടെയാണ് വർക്ക് ചെയ്യേണ്ടത്? എങ്ങനെയാണത്? നിങ്ങളൊരു നിയമം ഉണ്ടാക്കി, അത് ആരിലൂടെ വർക്ക് ചെയ്യും? ഭരണഘടന ഇയാൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. പഠിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. രണ്ടും ചെയ്തിട്ടില്ല. പിന്നെ ഇയാൾ ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞോടെ അതല്ലേ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ശ്രീരാമനൊക്കെ കല്യാണം കഴിച്ച കഥയില്ലേ? രാജകുമാർ കല്യാണം കഴിച്ച് പട്ടമഹർഷി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ, അപ്പോൾ അന്ന് കല്യാണം ഇല്ലായിരുന്നെന്ന് ഇയാൾ പറയുന്ന ശരിയാകും? ഇന്ത്യയിലെ ജനാധിപത്യ വികാസത്തിന് തൻ്റെ വക കോൺട്രിബ്യൂഷൻ എന്താണെന്ന് എൻ്റെ ചോദ്യം. ചെയ്തിട്ടില്ല. അത് ചെയ്യാതിരിക്കുന്നത് ഇയാൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ചെയ്യേണ്ടത്. ജനാധിപത്യം എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ് പെര വെച്ച് താമസിക്കുന്ന സാധനമൊന്നുമല്ല. നിങ്ങൾ ബ്ലൂ പ്രിൻ്റ് വെച്ച് പെരയുണ്ടാക്കി എന്നാൽ ഇനി കയറിയോ പെരവാസ്തുവിൽ നടത്തി അല്ലെങ്കിൽ ഹൗസ് വാമിങ് നടത്തി അങ്ങ് കയറാവുന്ന സാധനമൊന്നുമല്ല. ഇപ്പോൾ വിവാഹമോചനങ്ങളുണ്ടായി. പണ്ട് അങ്ങനെയില്ല, വിധവയെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നമുക്കൊരു സമയത്തും വിവാഹമോചിതർ എന്ന് പറഞ്ഞിട്ടൊരു ആൾക്കാരില്ലായിരുന്നു. അത് ആളുകൾ മനസ്സിലാക്കാതെ നമ്മളെന്തോ അനാവശ്യമായ, നേരത്തെ ഇയാൾ തുടങ്ങിയത് അങ്ങനെയാണ്, ഞാൻ താൻ തോന്നിയാണ്, തൻ്റെ ഓടിയാണ് എന്ന് ഇതൊക്കെയാണല്ലേ അനൗൺസ് ചെയ്യുന്നത്. അതാണ് അടിമകൾ വിളിക്കുന്നതാണ്. മനസ്സിലായി? ഭരണമേ മോശമാണ്. ഭരണമാണ് മോശം, ഭരണമേ മോശം എന്നല്ല, ഭരണം ആ വ്യവസ്ഥയാണ് മോശം. ഇഷ്ടംപോലെ അടിമകളെ ഈ സോഷ്യൽ മീഡിയ കാണും. അവരാണ് അവിടെ ഇരുന്ന് എന്നെ തെറി പറഞ്ഞ ഇരിക്കും. ഇതുകൊണ്ടാണ് ഈ സുപ്രീം കോടതിയൊക്കെ ഇങ്ങനെ ഇരുന്ന് പെരുമാറുന്നത്. ഇതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് മര്യാദയ്ക്ക് ആൾക്കാർ പെരുമാറാത്തത്. അവർ ഭരിക്കാനിരിക്കുന്നവരുടെ ഉപകരണങ്ങളാണ്. നമസ്കാരം സാർ. നമസ്കാരം. സുഖമാണല്ലോ? സുഖമാണ് സാർ. ഇന്ന് സാറിനെ പറ്റിയിട്ട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ അറിയണമെന്നിരിക്കുന്നു. അപ്പോൾ സാറെന്ന് വിളിക്കണോ മൈത്രേൻ എന്ന് വിളിക്കണോ? മൈത്രേൻ എന്ന് വിളിക്കാം. ഓക്കെ. മൈത്രേൻ എങ്ങനെയാണ് ഈ ഒരു സോക്കോൾഡ് തോന്നിവാസി അല്ലെങ്കിൽ തെമ്മാടി എന്ന നിലയിലേക്ക് വന്നത്? അത് മനുഷ്യരിങ്ങനെ ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് അവർ ശരി തെറ്റ് ഇതൊക്കെ പറയുകയും അതിനനുസരിച്ച് ജീവിച്ചിട്ട് ആ നിലവാരത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ നിലനിരുന്നിരുന്ന ലോകം അവർ പറയുന്നത് പോലെ അല്ല അതിനെ മനസ്സിലാക്കേണ്ടതെന്നുള്ള എൻ്റെ തിരിച്ചറിവിൽ നിന്നാണ് ആളുകൾ പറയുന്നത് പോലെ അല്ലാതെ ജീവിച്ചു നോക്കുക എന്ന് പറയുന്നത്. അതുവഴി നമ്മൾ മറ്റുള്ളവർ, നേരത്തെ ഉള്ളവർ പറയുന്ന പോലെ ജീവിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളെ തെമ്മാടിയെന്നും താൻ തോന്നിയെന്നും തൻ്റെ ഇടി എന്നൊക്കെ വിളിക്കും. അങ്ങനെ ആയി. ഓക്കെ. ഈ കൺവെൻഷണൽ വേയെ എല്ലാ ആൾക്കാർക്കും ബ്രേക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിനൊരു കറേജ് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? വായനയിൽ കൂടിയിട്ടാണോ, യാത്രകളിൽ കൂടിയിട്ടാണോ, അന്വേഷണത്തിൽ കൂടിയിട്ടാണോ? ഇതൊന്നും ഒന്നിനും എക്സ്ക്ലൂസീവ് അല്ല. ഇതെല്ലാം ആവശ്യമായിട്ട് വരും. നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന സമയത്ത് ജീവിച്ച് നോക്കേണ്ടി വരും. ജീവിച്ച് നോക്കുന്ന സമയത്ത് അത് പോരാന്ന് തോന്നും. അപ്പോൾ കൂടുതൽ അറിവുകൾ നേടേണ്ടി വരും. പുസ്തകം എന്ന് പറയുന്നത് മറ്റു മനുഷ്യരാണ്. അപ്പോൾ അല്ലാതെ പുസ്തകം എന്ന് പറഞ്ഞാൽ വേറെ ആരുണ്ടാണെന്ന് വിചാരിക്കരുത്. മറ്റു മനുഷ്യരുമായിട്ടുള്ള ഇൻട്രാക്ഷനകത്തൂടെ നമുക്ക് കിട്ടുന്ന അറിവുകളുണ്ട്. അപ്പോൾ അറിവുകൾ നേടുക എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വിചാരിക്കുന്ന പോലെ പറ്റുന്നില്ല. കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കും. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. എപ്പോഴെങ്കിലും അറിഞ്ഞു തീരുക എന്ന് പറയുന്നൊരു സംഭവമില്ല. അതായത് ലൈഫ് ഒരു എക്സ്പെരിമെൻ്റ് പോലെ കൈകാര്യം ചെയ്യണമെന്നോ? ലൈഫ് എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറയുന്നത് കേട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ വേറെ ജീവിക്കാൻ പറ്റും? അതൊന്നുമില്ല. അതൊക്കെ ചുമ്മാ ഈ പണ്ട് അത്ര ബുദ്ധിയില്ലാത്തവന്മാർ പറയുന്ന കാര്യമാണ്. ഇപ്പം ജീവിതം ഒരു പരീക്ഷണമാണെന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ജീവിക്കുക മാത്രമേ ചെയ്യുന്നു. ജീവിച്ച് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ജീവിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് ജീവിക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ജീവിതം അങ്ങ് പോയാൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനകത്ത് നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ കൂടുതൽ അറിവ് ആ മേഖലയിൽ ഉണ്ടാകണമെന്നറിയുമ്പോൾ അത് ചെയ്യും. മൈത്രനെ ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടത് ഫാമിലി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിട്ടാണ്. അതൊന്നും എനിക്കും അതിനെ അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നെ കൂടുതൽ അറിയുമ്പോൾ ഹീസ് കറക്റ്റ് അല്ലെങ്കിൽ ഹീസ് റൈറ്റ് എന്നുള്ളൊരു ഒരു ഐഡിയയിലേക്ക് നമ്മൾ വന്നു ചേരുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്? അത് ഞങ്ങളെല്ലാം ജീവിതത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് കുടുംബത്തിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ സ്ത്രീ പുരുഷ ബന്ധത്തിനെ പറ്റിയൊക്കെ പഠിക്കേണ്ടി വരും. നമ്മൾ ലോകത്തിനെ പറ്റി അറിയണമെന്നും ജീവിതത്തിനെ പറ്റി അറിയണമെന്നും ജീവനെ പറ്റി അറിയണമെന്നും തീരുമാനിക്കുമ്പോൾ
സ്വാഭാവികമായിട്ട് വരുന്ന മേഖലകളാണ് അതൊക്കെ. മലയാളി കുടുംബം എന്ന് പറയുന്നത് എന്തോ എല്ലാവർക്കും അറിയാവുന്ന പോലെ തോന്നും. കുടുംബമൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ ചരിത്രപരമായിട്ടും മനുഷ്യരുടെ വികാസവുമായിട്ട് ആന്ത്രോപോളജിക്കലായിട്ട് ഒക്കെ വരുന്ന ഒരു കാര്യമാണ്. അല്ലാതെ എന്നും ഒരു കുടുംബമായിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള നിലവാരത്തിൽ തിരിത്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. മനുഷ്യർ ഗോത്രത്തിൽ ജീവിക്കുമ്പം ഏത് കുടുംബം അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഗോത്രത്തിനകത്ത് കുടുംബം ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ല ഇല്ല. അപ്പോൾ പിന്നെ കുടുംബം എവിടെയെങ്കിലും തുടങ്ങണ്ടേ? അപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗോത്രം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് കുടുംബ സംവിധാനങ്ങളെ പറ്റിയുള്ള സങ്കല്പം അവിടെ ഇല്ലെന്ന് നമുക്ക് കാണും. അതേസമയത്ത് കൃഷിയൊക്കെ ചെയ്ത് തുടങ്ങുന്ന മനുഷ്യർക്കാണ് കാർഷിക കുടുംബമാണുള്ളത്. അപ്പോൾ കാർഷിക കുടുംബം എന്ന് പറയുമ്പോൾ ധാരാളം ആൾക്കാർ ചേർന്ന് ജീവിക്കുന്നതാണ്. അപ്പോൾ ഒരു കുടുംബത്തിന് ഒരു രക്തബന്ധത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കുടുംബമൊക്കെ ആൾക്കാർ ആലോചിച്ചത്. അപ്പോൾ രക്തത്തിൽ ബന്ധത്തിലുള്ള ആൾക്കാരെ എല്ലാവരെയും ചേർത്ത് കുടുംബം എന്ന് വിളിക്കും. ഒരു പ്രദേശത്ത് ബന്ധുത്വം, നീ എൻ്റെ മകനാണ് മകളാണ്, നീ എൻ്റെ സഹോദരിയുടെ മകനാണ് മകളാണ്, സഹോദരൻ്റെ മകളാണ്, ഇങ്ങനെ പറയുന്നത് വഴിയുണ്ടായ രക്തബന്ധത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആൾക്കാർ പണ്ട് കാലത്ത് കുടുംബത്തിനെ നിർണ്ണയിച്ചത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് വലിയ ഒരു 10-15-20 പേരൊക്കെ വരെ വരാവുന്ന കാർഷിക കുടുംബം, അതിനെയാണ് നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. ആ കൂട്ടുകുടുംബത്തിനകത്തിരിക്കുന്ന ആൾക്കാരിലെ അകത്തുനിന്ന് ഈ ഫാക്ടറി അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിനൊക്കെ വേണ്ടി ആൾക്കാർ മാറേണ്ടി വരുന്ന സമയത്ത് ഈ 10-15-20 പേരുമായിട്ട് ഒരു ഫാക്ടറിക്ക് അടുത്തോട്ട് പോവുകയാണ് ആദ്യം ആൾക്കാർ ചെയ്തത്. ഒരാളെയാണ് തൊഴിലിന് വേണ്ടത്. അയാളെ നിലനിർത്തുന്നതിന് വേണ്ടി ഇത്രയധികം ആൾക്കാരെ ഒന്നിച്ച് പറ്റത്തില്ല എന്ന് ഇത് ഫാക്ടറി നടത്തുന്ന ഉടമകളാണ് തിരിച്ചറിയുന്നത്. അവരതുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ ഒരാൾ ജീവിച്ചു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ് കൊടുക്കുക എന്ന് പറയുന്നതിന്, താമസ സൗകര്യം ഭക്ഷണമൊക്കെ ഒരുക്കുന്ന സമയത്ത് അമ്മയും അച്ഛനും മക്കളും മതി എന്ന് തീരുമാനിക്കുന്ന നിലവാരത്തിൽ പ്രൊവിഷൻസ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ മറ്റുള്ളവരെ അഫോർഡ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന അണുകുടുംബം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാർഷിക കുടുംബമായിട്ടുള്ള കൂട്ടുകുടുംബം, വ്യവസായ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അണുകുടുംബമാണ് ഉണ്ടായത്. ഇത് രണ്ടും കൃഷിക്കാർ കൂട്ടായിട്ട് താമസിക്കുന്നുണ്ടാകും. വ്യവസായത്തിനോടും സേവന വ്യവസ്ഥതയോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങൾ ചെറുതായിരിക്കും. അതുകൊണ്ടാണ് കുടുംബം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കുടുംബങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വ്യത്യസ്തമായിട്ട് കുടുംബങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഏത് തരത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്, എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ ജീവിക്കുന്നത് അനുസരിച്ചിട്ടാണ് കുടുംബങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ആധുനിക ജനാധിപത്യ ബോധത്തിനകത്ത് വരുന്ന സമയത്ത് ഈ രണ്ടുപേര് മാത്രമാകുമ്പോൾ ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് വലിയ പണിയാണ്. അപ്പോൾ ആ പണിയുടെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ധാരാളം സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നത്. അപ്പോഴാണ് നമ്മൾ അംഗനവാടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്നത്, LKG എന്ന് പറയുന്നത്, UKG എന്നൊക്കെ പറയുന്നത്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി സ്കൂളിനകത്ത് പഠിപ്പിക്കുന്നത് എന്താണ്? വീടുകളിൽ പഠിപ്പിക്കാൻ പറ്റാത്ത ഫാക്ടറിക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരെ എടുക്കുക എന്ന് പറയുന്നതിനാണ് സ്കൂളുകൾ ആരംഭിച്ചത്. പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് ഫാക്ടറിയോട് ബന്ധപ്പെട്ടുണ്ടായത്, അല്ല ആൾക്കാർക്ക് അറിവ് കൊടുക്കുന്നതിനൊന്നുമല്ല. അതങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഫാക്ടറിക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് സ്കൂളില്ല, പബ്ലിക് സ്കൂളില്ല. ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണ് സ്കൂൾ എന്നൊരു കോൺസെപ്റ്റ്. ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണ് സ്കൂൾ എന്ന് പറയുന്നത് സ്കൂൾ ഉണ്ടാകുന്നത്. ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള അറിവ് വീട്ടിൽ നിന്ന് കിട്ടത്തില്ല. കുലത്തൊഴിൽ ചെയ്യുന്നവർ, ഇപ്പോൾ പിച്ചാത്തി ഉണ്ടാക്കുന്നവർ ഫാക്ടറിയിലാണ് പിച്ചാത്തി ഉണ്ടാക്കുന്നത് പോലെയല്ല. അതേപോലെ തന്നെ മറ്റേത് പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കുന്നതിന് ഒന്നിനും വീട്ടിൽ നിന്നുള്ള അറിവ് പോരെ, കൃഷി കുടുംബത്തിൽ നിന്ന് നമുക്ക് അറിവ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അതിന് ട്രെയിനിങ് കൊടുത്ത് എടുക്കുന്നതിന് വേണ്ടിയാണ് സ്കൂളുകൾ ആരംഭിച്ചത്. അപ്പോൾ പബ്ലിക് സ്കൂളുകളെന്ന് പറയുന്ന സാധനം അതിനോട് ബന്ധപ്പെട്ട് ഈ ജോലി ചെയ്യുന്ന ഒരാളെയാണ്, അത് ആണായാലും പെണ്ണായാലും ഒരാൾ മതി. ആ ഒരാളെ എടുക്കുമ്പോൾ അയാളെ നിലനിന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അതിനനുസരിച്ചിട്ടുള്ള പ്രൊവിഷൻസ് എന്താണ്, ഏത് സ്ഥാപനമാണോ ഏത് ഫാക്ടറിയാണോ അവർക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോഴാണ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നതൊക്കെ വന്നത്. ഫാമിലി ക്വാർട്ടേഴ്സാണ് ഉണ്ടാക്കിയത്. വേജ് എന്ന് പറയുന്ന ആദ്യം വ്യക്തിപരമായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് വന്നപ്പോഴാണ് ഈ പ്രൊവിഷൻസൊക്കെ കൊടുക്കാൻ ബാധ്യത വന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഏറ്റവും കുറച്ച് ആൾക്കാരെ കൊണ്ട് അവരെങ്ങനെ ജീവിപ്പിക്കാൻ പറ്റുമെന്ന് മുതലാളിമാർ കണ്ടുപിടിച്ചത് വഴിയാണ് നമ്മളിന്ന് കാണുന്ന അടുകുടുംബമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് രണ്ടുപേര്, ഭാര്യയും ഭർത്താവും മക്കളും മാത്രമായിട്ടുള്ള കുടുംബം ഉണ്ടായത്.
അപ്പോൾ ഏത് തരത്തിൽ ജീവിക്കുന്നു എന്നനുസൃതമായിട്ടാണ് ഈ കുടുംബം. അല്ലാതെ അമ്മയും അച്ഛനും അപ്പൂപ്പനെയും അമ്മൂമ്മയും അമ്മാവന്മാർ അനന്തരവന്മാരെയും കസിൻസിനെയും എല്ലാം കൂടെ വിളിച്ചിട്ട് ഒരു കുടുംബം നടത്താനായിട്ട് ആധുനിക ഈ സംവിധാനത്തിനകത്ത് അവർ സ്ഥലം കൊടുക്കത്തില്ല. അപ്പോൾ അത് ഫാമിലി വേജ് എന്ന് പറയുമ്പോൾ ഭാര്യയും മക്കളും മാത്രമായിട്ട് ചുരുങ്ങി. അങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന കുടുംബമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ രണ്ട് കുടുംബവും ഇന്ന് നാട്ടിലുണ്ട്. എന്ന് പറഞ്ഞാൽ കൃഷി കുടുംബത്തിനകത്ത് കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ അവർ സ്കൂളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം പഠിച്ചത് ജീവിക്കേണ്ടി വരും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് വീട് വിട്ടു പോകുമ്പോൾ ഇപ്പോൾ കാർഷിക കുടുംബത്തിലുള്ളവർ 2 പേര് ഒരു വലിയ വീട്ടിനകത്ത് കുത്തിയിരിക്കുന്നിടത്തായി എത്തിയിട്ടുണ്ടെന്നാണ് നാട് മുഴുവൻ നോക്കിയാൽ മതി. പ്രായമായവർ വീട്ടിലിരിക്കും, മക്കളാരും വീട്ടിലില്ല. സർവീസ് സെക്ടർ വളരുമ്പോഴത്തേക്ക് ഇനിയും ഈ അണുകുടുംബത്തിന് വ്യത്യാസം വരുമോ? കണിശോ. അതായത് കുടുംബമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. മറ്റേത് ഒരാൾക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് കൊണ്ടായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ പുരുഷന്മാർ ജോലി ചെയ്യുകയും സ്ത്രീകൾ വീട്ടിലെ പണി ചെയ്യുകയും എന്ന് പറയുന്ന സങ്കല്പത്തിലായിരുന്നു ആദ്യകാലത്ത് നിന്നിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ചിലവ് കൂടുകയും എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടാൻ തുടങ്ങിയപ്പോൾ, ആണിനും പെണ്ണിനും വിദ്യാഭ്യാസം കിട്ടാൻ തുടങ്ങിയപ്പോൾ 2 പേർക്കും ജോലിയായി. 2 പേർക്കും ജോലിയായ സമയത്ത് വീട് നടത്താനായിട്ട് ഈ 2 പേർക്ക് അവിടെ നിൽക്കാനൊക്കത്തില്ല. കുട്ടികളെ നോക്കുന്നതിനും മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൃഷിയൊക്കെ ഉണ്ടാകുന്നത്. കുഞ്ഞിനെ അവിടെ കൊടുത്തിട്ട് പോകും, വൈകുന്നേരം തിരിച്ച് വരുമ്പോൾ. അതുകൊണ്ടാണ് അംഗനവാടി ഇങ്ങനെ എല്ലാം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ കൊണ്ട് 2 പേര് മാത്രമായിട്ട് കുട്ടികളെ വളർത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്രയധികം സംവിധാനങ്ങളുണ്ടായത്. എന്നിട്ടും അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ സിസ്റ്റം പോരാന്ന് കാണുന്ന സ്ഥലങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് നിന്നാലേ പറ്റുള്ളൂ. കുട്ടികളെ നോക്കാൻ വേറെ ആളുകൾ, അങ്ങനെ ഇപ്പോൾ ആധുനിക സമൂഹത്തിനകത്തൊക്കെ കൂട്ടുകാർ ചേർന്ന് ജീവിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പേര് തമ്മിൽ വ്യക്തിപരമായിട്ട് വ്യക്തികളെന്നുള്ള നിലവാരത്തിൽ ഒരു വോട്ട് കിട്ടുന്ന മനുഷ്യരായിട്ട് മാറിയിട്ടുണ്ട് ഇതിനിടയ്ക്ക്. അതിനു മുമ്പ് രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അവർ മാറി ജനാധിപത്യപരമായിട്ടുള്ള ഇത് വന്നപ്പോൾ വ്യക്തിത്വമുള്ള മനുഷ്യരുണ്ടായി. അപ്പോൾ ഭർത്താവിൻ്റെ തുടർച്ചയായിട്ടൊരു ഭാര്യയും മക്കളുമായിട്ടല്ലാതെ 2 പേര് ചേർന്ന കുടുംബങ്ങളുണ്ടായി. അപ്പോൾ സംഘർഷങ്ങൾ കൂടുതലുണ്ടായി. 2 പേര്, ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിവാഹമോചനങ്ങളുണ്ടായി. പണ്ട് അങ്ങനെയില്ല, വിധവയെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നമുക്കൊരു സമയത്തും വിവാഹമോചിതർ എന്ന് പറഞ്ഞിട്ടൊരു ആൾക്കാരില്ലായിരുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ വിവാഹമോചിതരില്ലാതിരിക്കുകയും വിധവകൾ മാത്രം ഉണ്ടായിരുന്ന പഴയ കാലത്തെ സിസ്റ്റത്തിനകത്ത് വിധവകൾ എങ്ങനെങ്കിലും ജീവിക്കുക, മക്കളെ ആശ്രയിച്ച് ജീവിക്കുന്ന യുക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുള്ള സിദ്ധാന്തങ്ങളൊക്കെ ആയിരുന്നു എല്ലാ അമ്പലത്തിലും പള്ളിയിലും എല്ലാം പഠിപ്പിച്ചിരുന്നത്. അവിടുന്ന് മാറി എല്ലാവർക്കും ഒരു വോട്ടായി, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നിടത്തായി, എല്ലാവർക്കും ജോലി കിട്ടുന്നിടത്തായി. അപ്പോൾ വിവാഹമോചിതരാകാനായിട്ട് പറ്റും. കാരണം സ്ത്രീ പുരുഷനെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ലാതായിട്ട് മാറി. അപ്പോൾ സ്വന്തം ജീവിതം തീരുമാനിക്കാൻ പറ്റുമെന്നും സ്വന്തമായിട്ട് അപ്പോൾ വരുമാനവും ജോലിയുള്ള സ്ത്രീകളുണ്ടായപ്പോഴാണ് ഇന്ന് ഈ വിവാഹമോചിതരായ ആൾക്കാർ ഉണ്ടായത്. ആ വിവാഹമോചിതരായ ആൾക്കാർ വീണ്ടും വിവാഹം കഴിക്കാവുന്നിടത്തെത്തി. അപ്പോൾ ഒരാൾക്ക് പഴയ വിവാഹത്തിൽ നിന്നുള്ള കുട്ടികളുള്ളവരായി. അപ്പോൾ 2 പേർക്കും കുട്ടികളുള്ള ആളുകളുണ്ടായി. അപ്പോൾ അതിനെയാണ് പുതിയ ഭാഷയിൽ പറഞ്ഞ ബ്ലെൻഡഡ് ഫാമിലി എന്നതിന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് മാറി ബ്ലെൻഡഡ് ഫാമിലികൾ ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ വ്യത്യസ്തരായ ആൾക്കാർ ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്, സുഹൃത്തുക്കളായ ആൾക്കാർ ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള കുടുംബങ്ങളുണ്ടായിട്ടുണ്ട്. ആധുനികമായിട്ട് ഇതാരെങ്കിലും പറഞ്ഞിട്ടൊന്നും ഉണ്ടായതല്ല. എങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കുടുംബങ്ങളുണ്ടാകുന്നത്. ഈ വിവാഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നതിന് കുറച്ച് മുമ്പ് വിവാഹം ഇല്ലാത്തൊരു കാലം നമുക്ക് കാണുന്നുണ്ട്. ഏകദേശം ഒരു 100 years ബാക്കാണെന്ന് തോന്നുന്നു. വിവാഹമോ അല്ലെങ്കിൽ താലി ചേർത്തലോ, എസ്പെഷ്യലി ഈ ഹൈന്ദവത അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ കാര്യം നോക്കുമ്പം സിന്ദൂരമിടൽ, താലി ചേർത്തൽ, രജിസ്ട്രേഷൻസ് അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ പോയി താമസിക്കുന്നു, ആവശ്യമില്ലാത്ത സമയത്ത് അവരെ ഒഴിമുറി വെച്ച് കളയുന്നു. അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ കാണുന്നുണ്ട്. ഈ വിവാഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏകദേശം ഒരു 100 years ഒക്കെ ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. മൈത്രേയൻ്റെ കോൺസെപ്റ്റിലെ കാഴ്ചപ്പാടില്ല. അതൊക്കെ ഇയാൾ കേരളത്തിനെ പറ്റി പറയും, കേരളത്തിലുള്ള ചില വിഭാഗങ്ങളെ പറ്റി പറയുന്നതിൻ്റെ ഉണ്ട്. അങ്ങനെ പറയും. പണ്ട് കാലത്ത് വിവാഹം കഴിച്ചിരുന്നു, രാജാക്കന്മാരെല്ലാം വിവാഹം കഴിച്ചിരുന്നു. സ്വത്തുള്ളവരായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. സ്വത്തുള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി കഴിഞ്ഞാൽ ഭൂരിപക്ഷം ജനതയും വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കാർക്കും സ്വത്തൊന്നുമില്ല. പിന്നെന്ത് വിവാഹമാണ്? സൊസൈറ്റിയിലൊരു എലൈറ്റ് ക്ലാസ് മാത്രം വിവാഹം വളരെ കുറഞ്ഞത്. അല്ലെങ്കിൽ ശ്രീരാമനൊക്കെ കല്യാണം കഴിച്ച കഥയില്ല.
രാജകുമാർ കല്യാണം കഴിച്ച് പട്ടമഹർഷി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ, അപ്പോൾ അന്ന് കല്യാണം ഇല്ലായിരുന്നെന്ന് ഇയാൾ പറയുന്ന ശരിയാകും? അങ്ങനെയല്ല അത് മനസ്സിലാക്കണം. അല്ല, ഇവിടെ കേരളത്തിൽ വരുമ്പോൾ പോളിലാൻഡറി റിലേഷൻഷിപ്സ് ഒക്കെ അത് ഒരുപാട് ഇയാൾ ഏതോ ഒരു വിഭാഗത്തിൻ്റെ കഥയാണ് പറയുന്നത്. ആ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അത് എല്ലാവരുടെയും ആണെന്ന് വിചാരിക്കാതെ. അല്ല, ഈ പറഞ്ഞ സോക്കോൾഡ് വിവാഹം എന്നൊരു കോൺസെപ്റ്റ് ഒന്നുമില്ല, മുണ്ടുകൊടുപ്പ്. ഇയാൾ ആലോചിക്കുമ്പോൾ കുറച്ച് പേരുടെ കഥയാണ് ഇയാൾ പറയുന്നത്, കേരളത്തിൻ്റെ കഥയായിട്ട് പറയരുത്. കേരളത്തിൽ ആയിരക്കണക്കിന് വിഭാഗങ്ങൾ വ്യത്യസ്തരായവരുണ്ട്. ഇപ്പം ബ്രാഹ്മണരുണ്ടായിരുന്നു, ബ്രാഹ്മണർ കഴിഞ്ഞ് നമ്പൂതിരിമാരെന്നൊക്കെ വിളിക്കുന്നവർക്ക് ആദ്യത്തെ ആൾ വിവാഹം കഴിക്കുന്നുണ്ട്, വേളിയുണ്ട്. പിന്നെ വിവാഹം ഇല്ല എന്ന് ഇയാൾ പറഞ്ഞ അല്ല, അതിലൊരു മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. അല്ല, അങ്ങനെയല്ല. വ്യത്യസ്തമായ ഗോത്രങ്ങളും വ്യത്യസ്തമായ ആചാരങ്ങളുമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും അങ്ങനെയല്ല. വളരെ വൈവിധ്യമാർന്ന സമൂഹങ്ങളാണിതെല്ലാം. അതിന് മനസ്സിലാക്കാനായിട്ട് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത് രീതി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്, ഏത് തരത്തിലാണ് നിങ്ങൾ ജീവിക്കാൻ വരുമാന മാർഗം ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള വിവാഹങ്ങളാണ് ഉണ്ടാകുന്നത്. കച്ചവടക്കാരായിരിക്കുന്നവർക്ക് വിവാഹങ്ങളുണ്ടായിരുന്നവരുണ്ട്. അവർ മറ്റുള്ളവരെ പോലെ അല്ലാത്ത വിഭാഗങ്ങൾ. അപ്പോൾ വ്യത്യസ്തമായ ഗോത്രങ്ങളുണ്ടെന്നും വ്യത്യസ്തമായ സമൂഹങ്ങൾ വ്യത്യസ്തമായ ആചാരങ്ങളുമായിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ സ്വത്തുള്ള ആൾക്കാരുടെ ഇടയിലായിരുന്നു നമ്മൾ ഈ പറയുന്ന വ്യത്യാസങ്ങൾ. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബ്രാഹ്മണർക്ക് ആദ്യത്തെ ആൾ വിവാഹം കഴിക്കുകയും വേറെ ആരും വിവാഹം കഴിക്കരുതെന്ന് പറയുകയും ചെയ്യുമ്പോൾ അവരുടെ സ്വത്ത് പോകാതിരിക്കാനാണ്. ആദ്യത്തെ ആളിന് കൂടെ തന്നെ ആ സ്വത്തിരി. ഈ പോളിലാൻഡറി റിലേഷൻഷിപ്പും അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വന്നത്. അത് അടുത്ത വിഭാഗം എന്ന് പറയുന്നതിനകത്ത് സ്വത്തുണ്ട്, പക്ഷേ സ്ത്രീകൾക്ക് ഇണകളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ അവകാശമുള്ളത് കാരണം കൊണ്ട് സ്വത്തുള്ള ആളിൻ്റെ സ്വത്ത് അടുത്ത അനന്തരവർക്കേ കൊടുക്കാനൊക്കത്തുള്ളൂ. കാരണം സഹോദരിയുടെ എന്ന് പറഞ്ഞാൽ ജനിതകമായി അവരുമായി ബന്ധമുള്ള രക്തബന്ധത്തിലാണെന്നുള്ളതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ രക്തബന്ധത്തിനകത്ത് സഹോദരിയുടെ മക്കൾ അയാളുമായിട്ട് രക്തബന്ധമുള്ള ആളാണ്. ഇന്ന് നമുക്ക് ജനറ്റിക്സ് എന്ന് പറയുന്നത് ആരെയും വെച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയേണ്ട സാധനം അന്ന് രക്തബന്ധം വെച്ചിട്ടാണ്. അപ്പോൾ സഹോദരി അയാളുടെ സഹോദരിയാണ്. അപ്പോൾ അയാളുടെ സഹോദരിയുടെ മക്കളെന്ന് പറയുന്നതിനകത്ത് കണിശമായിട്ട് ഒരു 25% ഇതുണ്ടാവും, ജനറ്റിക്സ് ഉണ്ടാവും. ഭാര്യ വേറൊരാളെടുത്തു നിന്ന് വേറെ ഒരു ഗോത്രത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഇയാളുമായിട്ട് ഒരു ബന്ധമില്ല. അവർ വേറൊരാളുമായി ബന്ധമുണ്ടാക്കിയ 100% അയാളുമായിട്ട് ബന്ധമില്ലാത്ത കുഞ്ഞായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അനന്തരവർക്ക് സ്വത്ത് കൊടുത്തിരുന്നത്. ഇങ്ങനെയൊക്കെ അത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന സംവിധാനങ്ങളാണ്. അതേപോലെ അതിന് അത്രയും സ്വത്തില്ലാത്തവർ ഫാസ്റ്റ് ആൻഡ് ഹാർഡ് റൂൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരാൾ വിവാഹം കഴിച്ചാൽ ചിലപ്പോൾ സഹോദരന്മാരുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായി കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പോൾ രക്തബന്ധത്തിൽ പെടുന്ന കുഞ്ഞുങ്ങൾ മാത്രമാണ്. അവർ തമ്മിലൊരു സംഘർഷമൊക്കെ ഉണ്ടാകും, കുറച്ച് വഴക്കൊക്കെ ഇടും എന്നൊക്കെയുള്ള. അല്ലാതെ കുടുംബം ഒന്നിച്ച് ജീവിച്ച് പോകണമെന്ന് ആലോചിക്കുന്ന കാരണം കൊണ്ട് വീട്ടിനകത്ത് മുറുമുറുപ്പും വഴക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ അത്തരത്തിലുള്ള ബന്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനും തട്ടിന് തീരെ സ്വത്തില്ല, വല്ലവരുടെയും അടിമകളായിട്ട് ജീവിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു ചോയ്സ് പോലും ഇല്ല. ഈ ഭൂമി കൈമാറ്റം ചെയ്യുന്ന വിഭാഗങ്ങളുടെ കൂടെ അതിനകത്ത് പണിയെടുക്കുന്നവരെ അവർ പിരിച്ച് അങ്ങോട്ട് ആ ഭൂമിക്കൊപ്പം കൊടുക്കുന്ന ഒരു സമൂഹമായിരുന്നു കേരളം. അവരെ പറ്റിയൊന്നും ആരും ആലോചിക്കാറ് പോലും ഇല്ല. ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ അമ്മയുടെയൊക്കെ കാലത്ത് പോലും ഭൂമി കൊടുക്കുമ്പോൾ ആ ഭൂമിയോടൊപ്പം പണിയെടുക്കുന്നവരെ കൊടുക്കും. അപ്പോൾ ആണിനെയും പെണ്ണിനെയും തിരിക്കുക. അപ്പോൾ അവർ ഒന്നിച്ച് ജീവിക്കുന്നതാണെന്നുള്ള ചർച്ചയൊന്നും അവർക്ക് പറയാം. ഇവർക്ക് കരുണയുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ അപ്പോഴും നമുക്കറിയാം 2 പേരെ കൊടുക്കാനൊക്കത്തുള്ളൂ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് പിരിയുക എന്നുള്ളത് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഗോത്രങ്ങളെ അങ്ങനെ കീഴടക്കി വെച്ചിട്ട്, അതായത് ഇപ്പോൾ പശുവിനെയൊക്കെ വിൽക്കണ പോലെ അങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യരൊക്കെ അങ്ങനെയായിരുന്നു. പശുക്കളൊക്കെ ആയിട്ടായിരുന്നു. ഭാര്യമാർ എന്ന് പറയുന്ന ഭരിക്കപ്പെടുന്നവരല്ലേ, പിന്നെന്താണ് അല്ലാതെന്ന് വിചാരിക്കുന്നത്. ഒരു വീട്ടിൽ ജനിച്ചിട്ട് അവിടുന്ന് എൻ്റെ വീട് ഇതല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ലേ. പശുക്കളായിട്ട് വളർത്തിയിരുന്നേ. അത് അങ്ങനെയല്ലെന്ന്. നമ്മൾ ഇന്ന് പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള മനുഷ്യരെ പറ്റിയുള്ള സങ്കല്പവും ആണും പെണ്ണും അല്ലാത്തവരെല്ലാം തുല്യരാണെന്ന് പറയുന്ന ആശയമൊക്കെ വരാതെ ഈ തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ഇപ്പം മരുമക്കത്തായ ഉള്ള സ്ഥലം വരുന്ന എവിടെയാണ്? സ്വത്തുണ്ടെങ്കിലേ ഉള്ളൂ. സ്വത്തില്ലാത്തവർക്ക് അങ്ങനെ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഇഷ്ടമുള്ളവർ തമ്മിൽ
ചേർന്ന് കുഞ്ഞിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ജോലിക്കാരായിട്ട് വളർത്തുകയല്ലേ, അല്ല സ്വത്തിന് ഉടമസ്ഥരാക്കാനൊക്കത്തില്ല. അപ്പോൾ വലിയ ജനവിഭാഗത്തിനകത്ത് അത്തരത്തിലുള്ളൊരു നീഡില്ല. നമ്മൾ എന്ത് കൊടുക്കാനാ മക്കൾക്ക്? മക്കളെ വളർത്താനേ പറ്റുള്ളൂ. അത് അവർ ജീവിക്കുന്നതിനോടൊപ്പം ഇപ്പം മീനെ പിടിക്കുന്നവർ അവർ കുഞ്ഞിനെ നടക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് ഈ മീനെ പിടിക്കുന്നതിൻ്റെ കാര്യങ്ങളും മീനെ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ വീട്ടിനകത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ടാവും. മീൻ ഉണക്കുന്നിടത്ത് ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്. നമ്മൾ ഈ സ്കൂളിൽ പോയി ഇന്ന് നമ്മൾ ഈ കാണുന്ന ലോകമൊന്നും പണ്ടില്ല. പണ്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വിഭാഗത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെ പറയണം. മൈത്രേ, നമ്മളിപ്പോൾ ജനാധിപത്യത്തെ പറ്റി സംസാരിച്ചല്ലോ ചെറുതായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 100% ജനാധിപത്യത്തിലാണോ താമസിക്കുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ് പെര വെച്ച് താമസിക്കുന്ന സാധനമൊന്നുമല്ല. നിങ്ങൾ ബ്ലൂ പ്രിൻ്റ് വെച്ച് പെരയുണ്ടാക്കി എന്നാൽ ഇനി കയറിയോ പെരവാസ്തുവിൽ നടത്തി അല്ലെങ്കിൽ ഹൗസ് വാമിങ് നടത്തി അങ്ങ് കയറാവുന്ന സാധനമൊന്നുമല്ല. അത് മനുഷ്യരുണ്ടാക്കിയെടുക്കുന്നതല്ലേ. എത്രയോ തരത്തിലുള്ള ആൾക്കാർ, നേരത്തെ പറഞ്ഞ പോലെ വൈവിധ്യമാർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വേണം അത് ഉണ്ടാക്കിയെടുക്കാൻ. അല്ലാതെ ജനാധിപത്യത്തിൽ നിന്ന് ഇയാൾക്ക് എന്താണ് ജനാധിപത്യത്തിനെ പറ്റി അറിയാവുന്നത്? എന്താണ് പറ? ബിക്കോസ് ആൾക്കാർ തന്നെ അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നു. അപ്പോൾ ഈ ജോലിക്കാരൊക്കെ എങ്ങനെ എന്ത് തീരുമാനിക്കും? ജോലിക്കാരാ, എംപ്ലോയീസ്. അപ്പോൾ അവരും തീരുമാനിക്കുന്നു. അവരെങ്ങനെ തീരുമാനിക്കും? നിങ്ങൾ രാവിലെ ഇത്ര മണിക്കൂർ, എനിക്ക് 5 മണിക്കൂർ പണിയെടുക്കാൻ വയ്യ, എനിക്ക് 2 മണിക്കൂർ എടുത്താൽ മതി എന്ന് ജോലിക്കാരനെ തീരുമാനിക്കാൻ പറ്റുമോ? അതില്ലല്ലോ. അപ്പോൾ മനസ്സിലായില്ല, അങ്ങനെയല്ലെന്ന്. ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നു എല്ലാവരും ഒരേ തട്ടിലിരിക്കുകയാണെന്ന്. അങ്ങനെ അല്ല. ഭരണഘടനാപരമായിട്ട് മാത്രമാണ് നമുക്ക് ജനാധിപത്യം ഉള്ളത്. സാമൂഹികമായ ജനാധിപത്യ ബോധം ഉണ്ടാകുകയും അതിന് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാരിയേഴ്സ് തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് എവിടെയാണ്? ഇയാളുടെ അടുത്ത് ഭരണഘടന ഇയാൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. പഠിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. രണ്ടും ചെയ്തിട്ടില്ല. പിന്നെ ഇയാൾ ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞോളൂ, അതല്ലേ ജീവിക്കുന്നത്. നമ്മൾ പഠിച്ചു വന്നൊരു കാര്യമാണ്. അപ്പോൾ ഇയാൾ പഠിച്ചത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമൂഹത്തിലെ പറ്റിയല്ല. അതെ, അതാണ് ജനാധിപത്യ രാജ്യത്തിലാണ് നമ്മൾ താമസിക്കുന്നത് പറയുമ്പോഴും ഡെമോക്രസി എന്ന് പറയുന്ന സാധനം നമ്മുടെ ലൈഫിൽ കാണുന്നത് വളരെ കുറവാണ്. എസ്പെഷ്യലി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് പറയുമ്പോൾ. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടേ ഉള്ളൂ, ജനാധിപത്യം വന്നിട്ടില്ല. ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കേണ്ടെന്ന പണി നമ്മുടേതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് ജനാധിപത്യപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാമെന്ന് പറയുന്നതാണ് ഇത്. അതിനകത്ത് കാലികമായിട്ടുള്ള പുതിയ പുതിയ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നതിനാണ് നമ്മൾ നിയമസഭ എന്ന് പറയുന്നത്, ലോക്സഭ എന്ന് പറയുന്നത്. നിയമം ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുണ്ടാക്കിയാണ് ജനാധിപത്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് പഞ്ചായത്തൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ. അത് മുമ്പോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ജനാധിപത്യമാണോ എന്ന് ചോദിച്ചാൽ ജനാധിപത്യമല്ല. നമ്മൾ ഇപ്പോഴും രാജാവിൻ്റെ ഭരണ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല, അത്രയും നമ്മൾ അറിയണം. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഭരിക്കാനല്ല, ജനപ്രതിനിധികളെ വിടുന്നത് ഭരിക്കാനല്ല, സേവനം നൽകാൻ. നമ്മൾ ആകെ ഉണ്ടാക്കുന്ന, എല്ലാവരും ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് എടുക്കും. അതിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. പണ്ട് ഈ ടാക്സ് എന്ന് പറയുന്നത് രാജാവിന് കൊട്ടാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന് പറയുന്നതിനാണ് ടാക്സ് ഉപയോഗിക്കേണ്ടത്. അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് ആലോചിച്ച് കാലികമായി ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നതിനാണ് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ അവർ നമ്മളെ രാജാവിനെ പോലെ ഭരിക്കാനല്ല. പക്ഷേ എല്ലാവരും പോയി രാജാവിൻ്റെ കൊട്ടാരത്തിലായിരിക്കുന്നത്. രാജാവ് ഉണ്ടാക്കി സംവിധാനത്തിനകത്ത് കയറിയിരുന്ന് ജനാധിപത്യം ഉണ്ടാക്കാമെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. നമ്മളുമെല്ലാം ജനപ്രതിനിധികളെ കണ്ടാൽ രാജാവിനെ പോലെ ബഹുമാനിക്കാനാണ് തുടങ്ങുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ ആളാണ് വിട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അത് ഈ കാരണം കൊണ്ടാണ്. ക്ലാസ് റൂമിനകത്ത് ജനാധിപത്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കുകയോ ഭരണഘടന വായിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ പോകുന്നത്. അപ്പം നമ്മൾ ഒരിടത്തുനിന്ന് വിട്ട് മറ്റിടത്ത് എത്തിയിട്ടില്ലാത്ത ത്രിശങ്കു പോലെ കഴിയുന്ന സമൂഹങ്ങളാണ്. ഇത് കാലമെടുത്ത് ചെയ്യേണ്ടതാണെന്നറിയാം. പക്ഷേ ഇപ്പോൾ ഇത്രയും താമസിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് അഴിക്കാവുന്നതായിരുന്നു, അത് അഴിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ സുപ്രീം കോടതി, ഹൈക്കോടതി, മജിസ്ട്രേറ്റ് കോടതിയും ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയൊക്കെ ആയിട്ട് കഴിയുന്ന സ്ഥലത്താണ്. ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്ന ഇടങ്ങളാണത്. ഇപ്പോഴും നമ്മൾ ചീഫ് സെക്രട്ടറി തൊട്ട് താഴെയുള്ള പഞ്ചായത്ത് സെക്രട്ടറി വരെയുള്ള സംവിധാനമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ സമാന്തരമായ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത് ചെയ്യപ്പെടാതിരിക്കുന്നുണ്ട്. പഞ്ചായത്ത് ഉണ്ടാക്കാനായിട്ട് ആരംഭിച്ചിട്ട് നമ്മൾ വികസിപ്പിച്ചിട്ടില്ല.
ആ ഗ്രാമപഞ്ചായത്താണ് അല്പം ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഭരണഘടന വായിക്കുന്നതും പഠിപ്പിക്കുന്നതും പൗരൻ്റെ അവകാശവും പൗരൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും പഴയ സംവിധാനത്തിലാണ് ഇപ്പോഴും കഴിയുന്നത്. അതുകൊണ്ടാണ് അത് ചെയ്യാനൊക്കാത്തത്. ഇപ്പോൾ ഭരണഘടനാപരമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഗ്രാമസഭയിൽ പോകേണ്ടത്. ആളുകൾ പോകത്തേയില്ല. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യം എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ അടുത്ത ഒരു 30 വർഷം ഇലക്ഷൻ നടന്നില്ലെന്ന് വെച്ചോ, തിരഞ്ഞെടുക്കുന്നില്ല, ഭരണം നടക്കത്തില്ലേ? ഇലക്ഷൻ നടക്കുന്നില്ലെങ്കിൽ ഭരണം നടക്കത്തില്ലേ? ഇപ്പം മന്ത്രിസഭ പിരിച്ചു വിട്ട്, അപ്പോൾ ഭരണം എങ്ങനെ നടക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം പണ്ടും രാജാവ് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കണം. അതായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ നടന്നില്ലെങ്കിലും ഭരണം നടക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉദ്യോഗസ്ഥ ഭരണത്തിന് ജനാധിപത്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. അതായത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയല്ല, മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു എന്നാണ്. അല്ല, ഇതൊന്നുമല്ല. എങ്ങനെയൊക്കെയല്ല അത് പറയേണ്ടത്. നിങ്ങൾ പകരം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, മോക്ക് ചെയ്യാനായിട്ടാണോ ഈ വില്ലേജ് ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ലെജിസ്ലേച്ചറിൻ്റെ കാര്യം. ലെജിസ്ലേച്ചറിൻ്റെ കാര്യം. അത് ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്നത്, അവിടെ കയറിയിരുന്ന് നിയമം ഉണ്ടാക്കുന്നത് ആരിലൂടെയാണ് വർക്ക് ചെയ്യേണ്ടത്? എങ്ങനെയാണത്? നിങ്ങളൊരു നിയമം ഉണ്ടാക്കി, അത് ആരിലൂടെ വർക്ക് ചെയ്യും? അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പണ്ടുണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടാണ് പഞ്ചായത്താണ് ഉണ്ടാക്കാത്തത്. പഞ്ചായത്തിന് ഇയാൾ പഞ്ചായത്ത് ഗ്രാമസഭയിൽ പോയിട്ടുണ്ട്? ഇല്ല, ഇതുവരെ പോയിട്ടില്ല. ഇത്രയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾ വിമർശനം പറഞ്ഞില്ലേ, മോക്ക് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. താൻ എന്ത് ഉത്തരവാദിത്തത്തോടെ ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലെ ജനാധിപത്യ വികാസത്തിന് തൻ്റെ വക കോൺട്രിബ്യൂഷൻ എന്താണെന്ന് എൻ്റെ ചോദ്യം. ചെയ്തിട്ടില്ല. അത് ചെയ്യാതിരിക്കുന്നത് ഇയാൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അത് തന്നെയാണ് ഈ പറയുന്നത്. മൈത്രേയൻ എത്ര ഇഷ്ടംപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. പഞ്ചായത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനും ഇവിടുത്തെ ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇഷ്ടംപോലെ പണിയെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ആണും പെണ്ണും ഗൃഹനായകൻ മാത്രം ഉണ്ടായിരുന്ന റേഷൻ കാർഡിനകത്ത് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗൃഹനായികയുണ്ട്. ഇതൊക്കെ നമ്മൾ പണിയെടുത്തിട്ടുണ്ടായതാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്ത കാര്യമൊന്നുമില്ല. ഞങ്ങളൊരു വലിയ സംഘം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആണും പെണ്ണും മാത്രമായിട്ടുണ്ടായിരുന്ന സ്ത്രീ പുരുഷൻ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഒരു കോളം അതറില്ലേ, അതുണ്ടാക്കിയത് നമ്മളിതുപോലെ പണിയെടുത്തിട്ടുണ്ടായതാണ്. റാങ്കിങ് സിസ്റ്റമായിരുന്നു വിദ്യാഭ്യാസത്തിനുണ്ടായിരുന്നത്. ഇന്ന് നിങ്ങൾ പറയുന്ന ഈ ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടാക്കിയത് അതിന് നേരിട്ട് നമ്മൾ പണിയെടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുകയും പഞ്ചായത്തുകൾ ഉണ്ടാക്കുന്നതും പഞ്ചായത്ത് എങ്ങനെയാണ് വികസിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇയാൾ എന്നോട് ചോദിച്ചാൽ ഞാനിത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതം മുഴുവൻ ചെയ്തിട്ടുള്ളതാണ്. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം പോരാ. ഇത് ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ സംവിധാനങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അതിനുവേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുമുണ്ട്. അത് ആളുകൾ മനസ്സിലാക്കാതെ നമ്മളെന്തോ അനാവശ്യമായ, നേരത്തെ ഇയാൾ തുടങ്ങിയത് അങ്ങനെയാണ്, ഞാൻ താൻ തോന്നിയാണ്, തൻ്റെടിയാണ് എന്ന് ഇതൊക്കെയാണല്ലേ അനൗൺസ് ചെയ്യുന്നത്. അതാണ് അടിമകളിൽ വിളിക്കുന്നതാണത്. സ്വന്തമായ വ്യക്തിത്വമുള്ള ആൾക്കാരെ അടിമകൾ വിളിക്കുന്നതാണ്. അവൻ പറഞ്ഞാൽ അനുസരിക്കാത്ത ആളാണ്. പറഞ്ഞാൽ അനുസരിക്കുക എന്ന് പറയുന്നത് അടിമകളുടെ സ്വഭാവമാണ്. പൗരൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ്. ഇതാണ് വ്യത്യാസം. അതിനാണ് ഈ താൻ തോന്നിത്തരം എന്നൊക്കെ പറയാ. അങ്ങനെ വിളിക്കുന്നത് അടിമകളെയും ഉടമസ്ഥരുമായിരിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ അനുസരിക്കാത്തവനെയാണ് വിളിക്കുന്നത്. പറഞ്ഞാൽ അനുസരിക്കുന്നവരല്ല പൗരൻ, അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് പൗരൻ. ഇതാണ് വ്യത്യാസം. അപ്പോൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആൾക്കാരെ താൻ തോന്നിയെന്നും തൻ്റെടിയെന്നും വിളിച്ച് അവരെന്തോ മോശപ്പെട്ട ആൾക്കാരാണെന്ന് പ്രചരിപ്പിക്കുകയും നാട് നശിപ്പിക്കാൻ നടക്കുന്നവരാണെന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അടിമകളുടെ സ്വഭാവമാണ്. ഞാൻ ഇഷ്ടംപോലെ അടിമകളെ ഈ സോഷ്യൽ മീഡിയ കാണും. അവരാണ് അവിടെ ഇരുന്ന് എന്നെ തെറി പറഞ്ഞ ഇരിക്കും. അത് അങ്ങനെയാണത്. അതൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ മതല്ലേ. എനിക്കിപ്പോൾ അവരോടൊന്നും എന്താണ് അവരങ്ങനെ വിളിക്കുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് അറിയാം. അറിവില്ലായ്മ ഒരു കുറ്റമൊന്നുമല്ല അത്ര. അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. മൈത്രേ, ഈ രാജാധിപത്യത്തിലുണ്ടായിരുന്ന അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഈ ജനാധിപത്യത്തിൽ വന്നിരിക്കുന്ന പ്രോട്ടോക്കോളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? എനിക്കങ്ങനെ തോന്നിയിരിക്കുന്നു. അല്ല, പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന മേൽ കീഴ് വർക്ക് ചെയ്യുന്ന സംവിധാനമാണ്. അതാണ് രാജാവിൻ്റെ സംവിധാനമാണെന്ന് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്കെടുത്ത് ജനാധിപത്യപരമായി ഉപയോഗിക്കാൻ പറ്റില്ല.
ഞാൻ വെറുതെ ഇയാളുടെ ചോദിക്കുക. 1950 ഭരണഘടന വന്നതാണ് 50 ആഗസ്റ്റ് 26 ഭരണഘടന ഡിക്ലെയർ ചെയ്ത്. ഇപ്പം 47 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ പറയുമ്പോൾ അത് പോട്ടെ, ഭരണഘടന ഇല്ലല്ലോ. ഭരണഘടന വന്നു 1950 ജനുവരി 26 ഡിക്ലെയർ ചെയ്തു. ആ 27-ാം തീയതി എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്തതിന് പിറ്റേ ദിവസം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും വില്ലേജ് ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ കോടതിയിലിരുന്ന് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇതിങ്ങനെ മാറിയിട്ടുണ്ടെന്ന്? അതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംവിധാനങ്ങളെന്ന് പറയുന്നത്, നിങ്ങളീ പറയുന്ന ഭരണ സംവിധാനങ്ങളെന്ന് പറയുന്നവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി എന്ന് അറിഞ്ഞിട്ടില്ലാത്തവരാണ്. ഇതുവരെയൊക്കെ അറിഞ്ഞിട്ടില്ല. ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇതുകൊണ്ടാണ് ഈ സുപ്രീം കോടതിയൊക്കെ ഇങ്ങനെ ഇരുന്ന് പെരുമാറുന്നത്. ഇതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് മര്യാദയ്ക്ക് ആൾക്കാർ പെരുമാറാത്തത്. അവർ ഭരിക്കാനിരിക്കുന്നവരുടെ ഉപകരണങ്ങളാണ്. രാജാവ് നമ്മളെ കീഴടക്കി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ ജനാധിപത്യപരമായി ഉപയോഗിക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഇതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത് അഴിച്ചു പണിയേണ്ടതുണ്ട്. ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടാകേണ്ടതുണ്ട്. അതിനെപ്പറ്റി ആളുകൾ ആലോചിക്കാറ് പോലുമില്ല. ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കാവോ? ആളുകളെ അപ്പോൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാവോ? രാജാവ് പോരായിരുന്നു. പിന്നെ രാജാവിനെ നമ്മൾ മാറ്റിയത്. ഇവിടെയാണ് ജനാധിപത്യ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. സംവിധാനം ഉണ്ടാക്കിയെടുക്കാതിരുന്ന, ഇപ്പോൾ ഞാൻ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നൊരു ഉദാഹരണമാണ്. ഇപ്പോൾ 2 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. തനിക്കും എനിക്ക് ഒരു തോക്ക് തരിക, എന്നിട്ട് അയലത്തുകാരനോട് സ്നേഹത്തോടെ പെരുമാറാൻ ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നടക്കുമെന്ന് തോന്നുന്നില്ല. തോന്നില്ല. ഇത് തന്നെയാണ് പ്രശ്നം. തോക്ക് വെച്ച് വെടിവെക്കാനോ അതിൻ്റെ പാത്തി കൊണ്ട് അടിക്കാനോ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരാളോട് സ്നേഹത്തോട് പെരുമാറാൻ പറ്റത്തില്ല. ഇതാണ് പോലീസുകാർ അനുഭവിക്കുന്ന പ്രശ്നം. പോലീസുകാരെ പഠിപ്പിക്കുന്നത് അടിക്കാനും ഉപദ്രവിക്കാനും കീഴടക്കാനും മറ്റുള്ളവരെ വിശ്വസിക്കാതിരിക്കാനുമാണ് അവരെ പഠിപ്പിക്കുന്നത്. വരുന്നവരെ ആരും വിശ്വസിക്കരുതെന്ന് പഠിപ്പിക്കുന്നത്. ഇത് ഭരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥാപനമാണ്. നല്ല പോലീസുകാരെ ഉണ്ടാക്കാനൊക്കത്തില്ല. നല്ല തോക്ക് വെച്ച് വെടിവെക്കാനേ പറ്റുള്ളൂ. താനും ഞാനും നല്ല ആളാണെന്ന് വിചാരിച്ചാൽ നമ്മൾ രണ്ടുപേരും വെടിവെച്ചാൽ മറ്റുള്ളവർ ചാകാതിരിക്കുമോ? നല്ല വെടിയുണ്ടോ? നല്ല വെടിയില്ലടൂ. അതുകൊണ്ട് നല്ല പോലീസുകാരും നല്ല വില്ലേജ് ഓഫീസറും നല്ല ഗവർണറും നല്ല ഭരണാധികാരിയും ഒന്നും ഉണ്ടാകത്തില്ല. നല്ല ഭരണാധികാരി ഇല്ല. ഭരണമാണ് മോശം. ഇതാണ് മനസ്സിലായത്. ഭരണമേ മോശമാണ്. ഭരണമാണ് മോശം. ഭരണമേ മോശം എന്നല്ല, ഭരണം, ആ വ്യവസ്ഥയാണ് മോശം. ഒരാളെ ഭരിക്കുന്ന അവസ്ഥയാണ് മോശം. നല്ല ഭർത്താവില്ല, ഭരിക്കുന്ന അവസ്ഥയാണത്. ഭരിക്കുന്ന ആളിനെയാണ് ഭർത്താവ് എന്ന് പറയുന്നത്. നല്ല അടിമയില്ല, അല്ല നല്ല അടിമത്വവും ചീത്ത അടിമത്വവും ഉണ്ടാകും. ഇങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ സ്വതന്ത്ര പൗരരായി മാറി പുത്തൻ സംവിധാനങ്ങൾ സമാന്തരമായി ഉണ്ടാക്കണം. അത് 80 വർഷമായി നമുക്ക് സമാന്തരമായി ഉണ്ടാക്കാൻ. നമ്മൾ പഞ്ചായത്ത് ഉണ്ടാക്കി തുടങ്ങി, പക്ഷേ നമ്മൾ അവിടെ വെച്ചേക്കാണ്. ഇപ്പോഴും സമാന്തരമായി മറ്റേത് അങ്ങനെ തന്നെ പഴയ പോലെ തന്നെ ഇരിക്കുകയാണ്. വില്ലേജ് ഓഫീസ് അവിടെ തന്നെ ഉണ്ട്, തഹസിൽദാരുടെ ഓഫീസ് അവിടെ തന്നെ ഉണ്ട്, കളക്ടറേറ്റ് അവിടെ തന്നെ ഉണ്ട്, ഗവർണർ അവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്തിനാണോ തിരഞ്ഞെടുക്കുന്നത്? കാരണം തിരഞ്ഞെടുപ്പില്ലാതിരിക്കുമ്പോഴും ഭരണം നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മോചിതരായിട്ടില്ല. അവരാണിപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പകരം വടക്കേ ഇന്ത്യയിലെ മുതലാളിമാരാണ് ഇപ്പം നമ്മളെ ഭരിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. കാരണം അപ്പടിയെടുത്ത് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് സമാന്തരമായി ഉണ്ടാക്കണം. അതാണ് പഞ്ചായത്ത് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയിട്ട്, ആ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ മറുവശത്തിരിക്കേണ്ട വില്ലേജ് ഓഫീസും തഹസിൽദാർ ഓഫീസും കളക്ടറേറ്റും ഇല്ലാതാകേണ്ടതുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ചേർന്ന് ഭരണമല്ല, സേവന വ്യവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത്. ക്രമീകരണം എന്ന് പറഞ്ഞാൽ നമ്മളാകെ എല്ലാവരും ഉണ്ടാക്കുന്ന ധനത്തിനകത്തു നിന്ന് ഒരു അംശം എടുത്തിട്ടാണ് ടാക്സായിട്ട് പിരിച്ച് അതെങ്ങനെ പൊതുവായി വിനിയോഗിക്കാം എന്ന് പറയുന്നതാണ് ജനാധിപത്യ സംവിധാനം. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന റോഡ്, എല്ലാവർക്കും പറ്റുന്ന യാത്രാ സൗകര്യങ്ങൾ, എല്ലാവർക്കും പറ്റുന്ന വിദ്യാഭ്യാസം, എല്ലാവർക്കും പറ്റുന്ന ആരോഗ്യം, ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ധനം പൊതുവായി
ഏറ്റവും സാധ്യമായ രീതിയിൽ ഇക്വിറ്റബിൾ എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ ജനിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇയാൾ ജനിച്ച വീട്ടിനകത്തെ സൗകര്യങ്ങളനുസരിച്ച് ഒരു കുട്ടി ജീവിക്കത്തില്ലേ? ചോദിക്കും ആ കുട്ടിക്ക് എന്ത് അവകാശമാണ് അങ്ങനെ? അതിനകത്തുള്ള അവകാശം എന്താണോ അത്. അവിടെ ആ ഒരു വീട്ടിനകത്ത് ജനിക്കുന്ന കുഞ്ഞിന് ആ വീട്ടിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം എന്താണ്? അവകാശങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ ജനിച്ചത് കൊണ്ടുള്ള അവകാശമേ ഉള്ളൂ. അതെ, ഇത്രയാ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനുഷ്യരായിട്ട് അവകാശമില്ല, മീൻസ് അതിനനുസരിച്ചിട്ട് ജീവിക്കുന്നു അത്ര. അല്ല, അതിനനുസരിച്ച് കുട്ടിക്ക് എങ്ങനെയാണ്? കുട്ടിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണം കിട്ടത്തില്ലേ? അതെ, ദരിദ്രരായ വീട്ടിൽ ജനിച്ച കുട്ടിക്ക് അതെങ്ങനെ കിട്ടുമോ? ഇല്ല, കിട്ടില്ല. അത്രയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ജനിക്കുന്നത് വഴിയാണ് ആ അവകാശങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയാണ് ജനാധിപത്യത്തിനകത്ത് പറയുന്നത്. പൗരനായിട്ട് നിങ്ങൾ ജനിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ലഭിക്കും. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അത്ഭുതകരമായ ഒന്നും അല്ലത്. അവിടെ നിന്നുണ്ടായിരുന്ന നേരത്തെ ചുങ്കം പിരിച്ചിരുന്ന രാജാവ് പിരിച്ചു കൊണ്ടുപോയി രാജാവിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അയാൾ കൊട്ടാരത്തിൽ കഴിയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം കുടിലിൽ കഴിഞ്ഞിരുന്നത്. ഇന്ന് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാവർക്കും വീടുള്ളവരായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നാട് മുഴുവൻ വീടുണ്ട്. ഇനി വീടില്ലാത്തവർ വളരെ കുറച്ചുള്ള അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് ഗവൺമെൻറ് വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പബ്ലിക് റോഡ് നമ്മൾ കയറി നമ്മളതിനകത്ത് ടാക്സാണ് ആകെ കൊടുക്കുന്നത്, അല്ല റോഡ് മുഴുവനും കൂടെ വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ പോവുകയല്ല. അപ്പോൾ ഇതെല്ലാം പൊതുവാണ്, പ്ലെയിനെല്ലാം പൊതുവാണ്, എല്ലാം പൊതുവായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പൊതുവായി മാറിയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ജനിക്കുന്നത് കൊണ്ട്, കേരളത്തുകാരനായി ജനിക്കുന്നത് വഴി, ഇന്ത്യക്കാരനായി ജനിക്കുന്നത് വഴി ആണ് നമുക്ക് അവകാശം ഉണ്ടാകുന്നത്. എങ്ങനെയാണോ ഒരു പണമുള്ള വീട്ടിൽ ജനിക്കുന്ന കുട്ടിക്ക് അവരെന്തെങ്കിലും ചെയ്തിട്ടല്ല, അല്ലാതെ ഒരാൾ ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് കുട്ടികളായിട്ടിരിക്കുന്നവർ എന്ത് ചെയ്തിട്ടാണ് അവർക്ക് കിട്ടുന്നത്? ജനിക്കുന്നതുകൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു ഇന്ത്യക്കാരനായി ജനിക്കുന്നവനോ കേരളത്തിലുള്ള ഒരാളായിട്ട് ജനിക്കുമ്പോൾ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നത് ജനിക്കുന്നത് കൊണ്ടാണ്. ജനിക്കുന്നതിൻ്റെ പ്രിവിലേജാണ്. അങ്ങനെയാണ് പ്രിവിലേജ് അത് വരുന്നത്. ആ പ്രിവിലേജ് പണ്ട് കുറച്ച് ധനമുള്ളവർക്ക് മാത്രം വരുന്നത് ഇന്ന് നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാവർക്കും ഉള്ളതായി മാറി. ഇതുകൊണ്ടാണ് ഇയാൾക്ക് ബസ്സിനകത്ത് കയറുമ്പോൾ ടിക്കറ്റ് എടുത്ത് അപ്പോൾ ഒരു സീറ്റ് അഷ്വേർഡാണ്. ആ ബസ് മുഴുവനും കൊണ്ട് ഇയാൾ മേടിക്കണ്ട. ആ സീറ്റ് ഇയാൾക്ക് എവിടോട്ടാണ് യാത്ര അവിടെ വരെ കിട്ടും. ഇങ്ങനെയാണ് ജനാധിപത്യ വ്യവസ്ഥ. പണ്ട് അങ്ങനെ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പണ്ട് പറഞ്ഞിരുന്നത് വ്യക്തിഗതമായി ആ സീറ്റ് നമ്മൾ എവിടെ വരെ ഇറങ്ങുന്നോ അവിടെ വരെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കയറി ഇരിക്കുമ്പോൾ തൊട്ട് ഇതെൻ്റെ സീറ്റാണെന്ന് പറയത്തില്ല. നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും നമ്മൾ ഇല്ല. അങ്ങനെയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി.